മല്ലു ഫാമിലിയിലെ സുജിനും വൈഫും തമ്മിലുള്ള ഡിവോഴ്സ് മാറ്റേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവർ രണ്ടുപേരും പോസ്റ്റ് ചെയ്ത് അവർ മെച്ചുവറാണ് എന്നുള്ള രീതി കാണിച്ച് പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ അതിനുശേഷം ഒരു വീഡിയോ ആയിട്ട് സുജിൻ വരുന്നു. ആൻഡ് എഗെയിൻ ആ വീഡിയോയിലും അല്ലെങ്കിൽ എഴുത്തിലും ഇവർ പോർട്രേറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതാരും ഡിസ്കസ് ചെയ്യരുത്, ഞങ്ങളും ഡിസ്കസ് ചെയ്യില്ല, ഞങ്ങൾ വളരെ മെച്യൂറായിട്ട് എടുത്ത തീരുമാനമാണ്, ഓക്കെ. അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഇവർ അല്ല ഞങ്ങളിത് കണ്ടൻ്റ് ആക്കും, അതായത് അവരത് കണ്ടൻ്റ് ആക്കും എന്നുള്ള രീതിക്ക് കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് മേക്കിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. സുജിൻ ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. സുജിൻ ഒന്നാമത് യൂട്യൂബിൽ അത്ര ആക്റ്റീവ് അല്ല. സുജിൻ കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ സുജിൻ യൂട്യൂബിൽ വന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നടന്നൊരു കാര്യത്തിൻ്റെ യൂട്യൂബിൽ വന്ന് എക്സ്പ്ലനേഷൻ ഇടുമ്പോൾ എഗെയിൻ അതൊരു കണ്ടൻറ് മിൽക്കിംഗ് അല്ലേ എന്നുള്ളൊരു രീതിക്ക് എനിക്ക് പേഴ്സണലി തോന്നിപ്പോവാണ്. ഒന്നാമത് എനിക്കിത് പേഴ്സണലി സുജിനോട് വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കാൻ താല്പര്യമില്ല. എന്താണെങ്കിലും സുജിൻ ഇത് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് വീഡിയോ ഇടാണ്. നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് പറയും. ഇപ്പം മല്ലു ഫാമിലി സുജിൻ എന്ന് പറഞ്ഞിട്ടുള്ള സുജിൻ്റെ പേഴ്സണൽ യൂട്യൂബ് അക്കൗണ്ടിനകത്ത് ഈ ഒരു വീഡിയോ വരുന്നു. 6 മിനിറ്റും ചില്ലറയുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ വരാനുള്ളൊരു കാരണം നിത, സുജിൻ്റെ എക്സ് വൈഫ് എന്ന് സുജിൻ ഇപ്പം പറയുന്ന, ലീഗലി ഡിവോഴ്സ്ഡ് ആണോ, അവർ അതിൻ്റെ ഡിവോഴ്സ് പ്രോസസ്സ് നടക്കുകയാണോ എന്നുള്ളതൊക്കെ അവർ അങ്ങനെ കംപ്ലീറ്റ്ലി റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് ദേ ആർ സെപ്പറേറ്റഡ്. ഈ നിത സതീശൻ പോസ്റ്റ് ചെയ്ത റീൽ വീഡിയോ ഉണ്ട്. ഇവരുടെ കുട്ടികളുടെ ബർത്ത്ഡേൻ്റെ സമയത്ത്, മൂത്ത മകൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് പോസ്റ്റ് ചെയ്തൊരു റീൽ വീഡിയോ. ഈ റീൽ വീഡിയോ ഭയങ്കര ഇമോഷണലായിരുന്നു. ഇത് കണ്ട ഒരുപാട് ആളുകൾ ആ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നൊരു പെർട്ടിക്കുലർ കമൻറ്റാണ് സുജിനെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിച്ചതെന്നുള്ളതാണ് സുജിൻ പറയുന്നത്. എന്നിട്ട് സുജിൻ പോയിട്ട് അവിടെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, കാര്യം എന്താ അറിയാതെ എനിക്കാരും മെസ്സേജ് അയക്കരുത്. റീൽ വീഡിയോ സൗണ്ടിൽ ഞാൻ വെക്കുന്നില്ല, ജസ്റ്റ് ഞാനിവിടെ പ്ലേ ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. ഈ നിത സതീശൻ ഓൾറെഡി അവരുടെ ഒരു ഈ കാലിലിടുന്ന ചെയിനില്ലേ, പാദസരം, അതിൻ്റെ ഒരു ബ്രാൻഡ് പേജൊക്കെ തുടങ്ങി അവരങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ ഡൊമൈനുമായിട്ട് പോവുകയാണ്, ഓക്കെ. അവരുടെ പേഴ്സണൽ അക്കൗണ്ടും പിന്നെ ബിസിനസ് അക്കൗണ്ടും ഒക്കെ ആയിട്ട്. ഇപ്പോൾ സുജിനെ ട്രിഗർ ചെയ്യിച്ച പെർട്ടിക്കുലർ കമൻറ്റ് ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടു ഇവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ, ആ അമ്മയ്ക്കൊന്ന് മകനെ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ, വല്ലാത്തൊരു സ്ത്രീ. ഇത് സുജിൻ്റെ അമ്മേനെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കോമെൻറ്റാണ്. അപ്പോൾ ഇതിന് സുജിൻ തന്നെ കാര്യം അറിയാതെ അമ്മയെ പറ്റി പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർട്ടിക്കുലർ കമൻറ്റ് അതിനടിയിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റീലിൻ്റെ അടിയിലും കാര്യം അറിയാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? സുജിനോ അല്ലെങ്കിൽ നിതയോ സംസാരിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങൾ കാര്യം അറിയുന്നത്, ഓക്കെ. അല്ലാതെ ആരും സ്പൈ ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടുന്ന് കാര്യങ്ങൾ ചോർത്തിയിട്ടൊന്നും പുറത്തു കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, ഈ നിതിയും സുജിനും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇരുന്ന സ്റ്റോറി, അവരുടെ പോസ്റ്റുകൾ എന്നൊക്കെ നിങ്ങളെ വളരെ എന്താ പറയുക മൈന്യൂട്ടായിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത് ഭൂതക്കണ്ണാടി വെച്ച് നിൽക്കുന്ന ഒരു കോർ ഓഡിയൻസ് നിങ്ങൾക്കുണ്ട്. അത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും ഉണ്ട്, അത് നിങ്ങൾക്കും ഉണ്ട്. ആ ഒരു കോർ ഓഡിയൻസ് നിങ്ങൾ പരസ്പരം വരുന്ന എന്താ പറയുക ഫ്രിക്ഷൻസൊക്കെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യും. അതിവിടെ എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ലൈഫിലും ഈ ഒരു സോഷ്യൽ മീഡിയ ക്രൗഡ് ഓഡിറ്റിങ് നടക്കുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ നിന്ന്, നിങ്ങളെ ഫോളോവേഴ്സിൻ്റെ ഇടയിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു ക്രൗഡിൻ്റെ മുന്നിലേക്ക് വളരെ സാഡായിട്ട് അല്ലെങ്കിൽ വളരെ വേറെ എന്തെങ്കിലും ഒരു ഇന്നർ മീനിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദേ വിൽ ഫൈൻഡ് ഔട്ട്. അതിലേക്ക് നിങ്ങൾ ഫ്യൂവൽ ചെയ്യുന്ന പോലെയാണ് നിങ്ങളുടെ ബാക്കി പോസ്റ്റുകളും ബാക്കി പരിപാടികളും. പിന്നെ നിങ്ങൾ അന്ന് ഉണ്ടാക്കിയ ഒരു അൺവാണ്ടഡ് കോൺട്രവേഴ്സി, ചിലപ്പോൾ നിങ്ങൾക്കത് വാണ്ടഡ് ആയിരിക്കാം, പക്ഷേ സോഷ്യൽ മീഡിയ ഫേസിൽ നോക്കുമ്പോൾ ഇറലവൻ്റ് അൺവാണ്ടഡ് അരി മേടിക്കാൻ മാത്രമുള്ളൊരു കോൺട്രവേഴ്സി വരുന്നത്. പിന്നെ അത് ഗ്രോ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഇന്ന് ഈ സിറ്റുവേഷനിൽ എത്തിയിരിക്കുക. ഇതൊന്ന് സഫർ ചെയ്യുന്നതാരാ? നിങ്ങളെ കുട്ടികളല്ലേ ഓബിയസ്ലി. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ബാക്കി നാട്ടുകാർ എന്തിനാണ് കെയർ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി നാട്ടുകാർ വിൽ കെയർ, ബിക്കോസ് നിങ്ങളുടെ ആ ഒരു വളർച്ചയുടെ സ്റ്റേജിൽ ഫുൾ ഒപ്പം ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സുമാണ്, വ്യൂവേഴ്സാണ്. സോ ദേ ഡെഫിനറ്റ്ലി ദേ വിൽ കെയർ. സുജിൻ ഇട്ട വീഡിയോ നമുക്ക് കാണാം.
ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഡിവോഴ്സിൻ്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിൻ്റെ അതായത് നിത സതീശൻ എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെൻറ്റിമെൻ്റായിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വല്ല സംഗതി നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോണത്. മനസ്സിലാക്കണം. സമയം ഇപ്പോൾ 11:17. നമ്മളിപ്പോഴും എല്ലാവരും പാടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല. ഇന്നലെ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോൻ്റെ അടിയിൽ എൻ്റെ അമ്മയെ പറ്റിയൊരു കമൻറ്റ് മറ്റേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ആ കമൻറ്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടും യുവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ. വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് എന്നാണ് ആ മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ? അതായത് നിത സതീഷ് എന്ന് പറയുന്ന അവർ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണത്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കുന്ന യാതൊരുവിധ താല്പര്യമില്ല. എനിക്കിതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു താല്പര്യവും എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എടുത്തിട്ടില്ല. ഇപ്പോൾ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പം തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിക്ക് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടിയും ഇത് പറഞ്ഞിട്ട് നമ്മളെ എത്തിച്ചത്. അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്നറിയോ? അത് അവള് കാരണം. അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറിയും കാര്യങ്ങളും സൈഡാക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ കാര്യം അറിഞ്ഞത്. ഇത്രയും ഈ വീഡിയോൻ്റെ ഒരു പോർഷൻ കണ്ട വ്യൂവേഴ്സിന് തോന്നിയ കാര്യം അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. കാരണം സുജിൻ പറയുന്നത് ഭാര്യയെ കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല, ഭാര്യയെ പറയാൻ ഇഷ്ടമില്ല, ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നതല്ല. അതായത് ഈ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന വൈഫിന് എനിക്ക് ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് റിപ്പീറ്റഡ്ലി പറഞ്ഞതിന് ശേഷം സുജിൻ എടുത്തെടുത്ത് പറയുന്നത് അവൾ കാരണം. അവൾ സാഡ് BGM ഇട്ട സ്റ്റോറി ഇടുന്നു, അവൾ സാഡ് BGM ഇട്ട വീഡിയോസ് ഇടുന്നു. സുജിനെ പോലെ തന്നെ ആവണം ഇതാണെന്നുണ്ടോ? ഒരു സെപ്പറേഷൻ വന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ. രണ്ടുപേരും ചിലപ്പോൾ ഒരു ഈക്വൽ ഒറ്റ മൈൻഡിലായിരിക്കും ചിലപ്പോൾ പിരിയുന്നത്. പിരിഞ്ഞതിന് ശേഷം ഈ പാർട്ട്ണർമാരിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ വിഷമം വന്നു കഴിഞ്ഞാൽ അവരത് സോഷ്യൽ മീഡിയ വഴി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ മീഡിയ വഴി കാണിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നതാരാ? സുജിനാണോ? സുജിനും നിതയും പ്രേമിച്ചിഷ്ടപ്പെട്ട് ലൈഫ് തുടങ്ങുന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് നിതയും സുജിൻ്റെ കൂടെ ഉണ്ട്. ഫാമിലി വ്ളോഗാണ് ചെയ്തത് അല്ലേ? അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ സെപ്പറേറ്റ് ആവുന്ന സമയത്ത് സുജിൻ്റെ കൂടെ ഫാമിലി വ്ളോഗ് ചെയ്തത് എന്നെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്ന സുജിൻ, ആ സുജിൻ ഉള്ള സോഷ്യൽ മീഡിയയിൽ ഞാൻ എക്സിസ്റ്റേ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാറിപ്പോണോ? അവരുടെ ഇമോഷൻ അവർ കാണിക്കുന്ന അങ്ങനെയായിരിക്കും. അത് നിങ്ങളെ മോശക്കാരനാക്കാനും നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങളെ ഒരു എന്താ പറയുക വില്ലനാക്കാനും വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങളെങ്ങനെ ചിന്തിച്ചെടുക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനിടയിൽ ഒരു 4 കമൻറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൊളിയും. ഇപ്പം ഞാൻ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണെന്ന് വിചാരിച്ചോ, എൻ്റെ വൈഫ് ഇട്ടിട്ട് പോയി, വൈഫ് പോയിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ അടിയിൽ എന്നെക്കുറിച്ച് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ധാരണ ഉണ്ടാവും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മൾ അറിയുന്നവർക്കെങ്കിലും അറിയാം. ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഈ ഒരു പെർട്ടിക്കുലർ കമൻറ്റ് വന്ന കാര്യം അവരിട്ട വീഡിയോനടിയിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മാക്സിമം എന്താ പറയുക അമ്മ മക്കൾ ബോണ്ട് അല്ലെങ്കിൽ ഈ ഫാമിലി നന്നായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇട്ട് പോകുന്നതാണ്. പിന്നെ ഇവിടെ സുജിൻ്റെ അമ്മയെ പറഞ്ഞൊരു കമൻറ്റ് വരാൻ കാരണം എന്താ വെച്ചെങ്കിൽ ആ കമൻറ്റ് ഫ്രെയിം ചെയ്ത രീതി നിങ്ങൾ നോക്കണം. അതൊരു ജെന്യുവിൻ ആണോ ഫേക്കാണോ അക്കൗണ്ട് എന്നുള്ളത് നമുക്കൊരു പിടുത്തവും ഇല്ല, അതിന് DP ഇല്ല. പിന്നെ ഈ പേര് ഇപ്പോൾ എന്ത് പേര് പറഞ്ഞിട്ട് ഒരാൾക്കുവാണെങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കി പോകും. വാട്ടെവർ ആ കമൻറ്റ് ഫ്രെയിം ചെയ്ത രീതി എങ്ങനെയാണ്? അങ്ങനത്തെ സിമിലർ കമൻറ്റ്സ് ഈ പറഞ്ഞ സുജിൻ്റെ അക്കൗണ്ടിൽ സുജിനെ അല്ലെങ്കിൽ സുജിൻ്റെ ഫാമിലിയൊക്കെ മെൻഷൻ ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ റീലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. കാരണം എന്താ? ഇവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, അതായത് ഇവരുടെ അച്ഛൻ ഇവരിട്ടിട്ട് പോയതാണ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു മൊത്തം ഹിസ്റ്ററി, ഇവരുടെ ലൈഫ് സ്റ്റോറി ഇവർ പറഞ്ഞിട്ടുള്ളതാണ്. അത് കേട്ട നാട്ടുകാർ, അതറിയുന്ന നാട്ടുകാർ എഗെയിൻ ഒരു സെപ്പറേഷൻ
ആ ഒരു അവസ്ഥ ഇനി ഈ കുട്ടികൾക്ക് വരുമോ എന്നുള്ള കൺസേണിൻ്റെ മുകളിൽ ഇട്ടിട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും. ഇനിയിപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞത് വിഷമമാവും, ഇടാൻ പാടില്ല, അമ്മയെ ഡ്രാഗ് ചെയ്യണ്ട, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സുജിൻ ഇപ്പോഴും നിതയായിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും പെങ്ങൾ വഴിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വഴിയോ അത് കീപ്പ് ചെയ്യുന്നുണ്ടാവും. നേരിട്ട് പറഞ്ഞാൽ കമൻറ്റ് ഡിലീറ്റ് ചെയ്യിച്ചാൽ പോരെ. ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം കാരണം ആ കമൻറ്റ് കാണാത്തതോ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, ആ വീഡിയോയ്ക്ക് ആണെങ്കിൽ ഇഷ്ടംപോലെ കമൻറ്റ്സ്, 10,000 കമൻറ്റ്സ് ഉണ്ട്. നോട്ടിഫിക്കേഷനകത്ത് ചിലപ്പോൾ അത് കാണാനായിട്ടായിരിക്കും. സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ അത് അയച്ചു കൊടുത്താൽ പോരെ. ആരാണോ മീഡിയേറ്റർ അവർക്ക് അയച്ചു കൊടുക്കാം. ഇനി നിതയ്ക്ക് നേരിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. നിങ്ങൾ അത്രയും മെച്ചുവറായിട്ട്, നിങ്ങൾ അത്രയും വെൽഡൺ ആയിട്ട് പിരിഞ്ഞ ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമല്ലോ. ഒരു ഹെൽത്തി റിലേഷൻ ഇപ്പോഴും നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയും മെച്ചുവറായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് എന്താ ഈ കമൻറ്റ് ഇങ്ങനെയാണത് ഡിലീറ്റ് ചെയ്യുമെന്ന് പറയും. ഇത് അതിന് പകരം അത് നേരെ യൂട്യൂബിലേക്ക് കണ്ടൻ്റ് ആവുന്നു, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആവുന്നു. ഈ ക്ലോസ് ചെയ്ത വിഷയം എവിടെയും നിങ്ങളുടെ സെപ്പറേഷനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഈവൻ ആ റീല് വന്നതിന് ശേഷമാണെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ വെച്ചിട്ടാണെങ്കിൽ പോലും ഒരു സംസാരം എവിടെയും നടന്നിട്ടില്ല. ആ റീലിൻ്റെ അടിയിലുള്ള 4-5 കമൻറ്റിൽ അത് പോയി, ബാക്കിയൊക്കെ ഒരു പോസിറ്റീവ് വൈബുള്ള കമൻസ് ആയിരുന്നു. സുജിൻ എടുത്തു കൊടുന്ന് വെച്ച് അത് വീഡിയോ ആക്കി വീണ്ടും അതിൻ്റെ ഒരു റെസ്പോൺസ് ഇട്ട് അതിൽ ഈ പറഞ്ഞ പോലെ അമ്മയെ പറഞ്ഞതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഉണ്ടാവുന്നു. അതിന് നിതയെ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിതയെ കട്ടന്ന് ആക്രമിക്കുകയാണ്. നിത എന്തിന് ഇങ്ങനത്തെ സാധനം ഇടുന്നു, നിത ഇങ്ങനെ ചെയ്തിട്ടല്ലേ, ഇവൾ ഈ ചെയ്യുന്നത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ലേഡിയെ, അതായത് ഡയറക്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇതിനൊരു ഇൻഡയറക്റ്റ് ഫേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് ഞാൻ പറയും. കാരണം ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള അടിയാണ്, അവൾ ഇട്ടത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. വാട്ട് ഈസ് ദിസ്? എഗെയിൻ ഇതൊരു കണ്ടന്റ് ആയിട്ട് ഡ്രാഗ് ചെയ്യുന്നത് ആരാ? സുജിനല്ലേ. പിന്നെ സുജിന് ഇത് താല്പര്യമില്ല ഇടാനെന്ന് പറയുന്നു. അപ്പം നമ്മളൊക്കെ ഇത് ഇടുമ്പോൾ ഇതിൻ്റെ മോണിറ്റൈസേഷൻ ഓണാക്കി വെക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ കാര്യം എടുത്ത് വെച്ച് നമ്മുടെ പെർസ്പെക്റ്റീവ് സംസാരിച്ച് നമ്മൾ മോണിറ്റൈസേഷൻ ഓണാക്കിയത് അരി വാങ്ങും, പൈസ ഉണ്ടാക്കും. നിങ്ങൾക്കത് താല്പര്യമില്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ എടുത്ത് യൂട്യൂബിലിടുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ മോണിറ്റൈസേഷൻ ഓണാക്കലില്ലേ? ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് രണ്ടാമതൊരു സംസാര വിഷയം ആവണം എന്നാണോ സുജിന്? അതാണോ? നാട്ടുകാർ ഈ കാര്യം അറിയാൻ കാരണം അതാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ വരുന്ന മെസ്സേജുകൾ കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിക്ക് ഇപ്പോൾ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ. അത് നിങ്ങൾക്കൊന്ന് വായിച്ചേപ്പിച്ചുതരാം. സത്യം, പുള്ളിക്കാരിയും കുഞ്ചൂസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജിൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തിനാണ് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? ഞാനത് ചോദിക്കണത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു. അതിൽ ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. ഈ കമന്റ്സ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ സംഗതികളും കാര്യങ്ങളൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ വീഡിയോന്റെ കമന്റ് കാര്യം ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞു വെച്ചത്. കുറെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഓള് കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളെ ഇതാക്കി കളഞ്ഞാലും ശരി, ഓളെ ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലേക്ക് എൻ്റെ അമ്മേനെ വലിച്ചിടണ്ട, ഞാനും ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണൽ ആയിട്ട് കുറച്ച് സംഗതികളെല്ലാം പാടെ ഇടുമ്പോൾ ഓള് എന്തോ വലിയ ഇതാണ് എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഓളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ ഓളെടുത്ത് പല വട്ടവും ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഈ ഇമോഷണൽ ആയിട്ടുള്ള സംഗതി ഉണ്ട്. അപ്പോൾ ഓള് പറയുന്നത് ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓള് ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ വീഡിയോന്റെ അടിയിൽ എൻ്റെ അമ്മയെ പറ്റിയ കമന്റ് വന്നപ്പോൾ അത് ഓൾക്ക് ഡിലീറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഓളത് ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അതാ അതിൽ എന്റെ പെങ്ങളെ എനിക്ക് കമന്റ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ആരും കമന്റ് ചെയ്യരുത് എന്ന്. അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഓൾ അതിന് ഇതാക്കിയും കൂടി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എന്താണ് സുജിൻ ബ്രോ, എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത്? യു ആർ ഗെറ്റിംഗ് സെൽഫ് എക്സ്പോസ്ഡ്. അവളിനെ ഞാൻ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അവൾ നിങ്ങളും കോൺടാക്റ്റ് ഉണ്ടോ? എഗെയിൻ അവർ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയ ഒരാളാണ്. നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടപ്പോൾ വളരെ മെച്ചുവറായിട്ട് നിങ്ങൾ മാറിപ്പോയി എന്നാണ് പറയുന്നത്. നിങ്ങളെ ലിറ്ററലി അവർ വിളിച്ച് ത്രട്ടൺ ചെയ്യുകയാണോ? ഇങ്ങനത്തെ സെൻറ്റിമെൻറ്റ്സ് പോസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇഷ്ടോടെ അവർ ഇടാതിരിക്കൂ. മനസ്സിലായോ? അവർ സെൻറ്റിമെൻറ്റ് ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതിലെവിടെയും സുജിനെ പോയി തെറി വിളിക്കണമെന്നോ സുജിൻ്റെ വീട്ടുകാരെ പറയണമെന്നോ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടൊന്നുമല്ലല്ലോ ഈ സെൻറ്റിമെൻറ്റ് പോസ്റ്റ് ഇടുന്നത്. ഒരു മനുഷ്യന് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു BGM ഇട്ടോ സോങ് ഇട്ടോ ഒരു പോസ്റ്റ് ഇടാൻ തോന്നി അവർ ഇടും. അതിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ
അതവർ വേണം ചെയ്തത്. അത് ഇനി അവർക്ക് ലൈഫിൽ സെൻറ്റിമെൻറ്റ്സുള്ള പോസ്റ്റ് ഇടാനേ പറ്റില്ലേ? കുട്ടികളൊപ്പം ഒരു റീല് അങ്ങനത്തെ സോങ് വെച്ചാൽ കെട്ടിപ്പിടിച്ച് വിടാൻ പറ്റില്ലേ? ഇത് സുജിൻ പറയുന്ന ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം അമ്മയെക്കുറിച്ച് പറഞ്ഞു, ഓക്കെ, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചൊരു കമൻറ്റ് വന്നു, അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് നിതയുടെ തലയിൽ പോകുന്നത്? നിത അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഈ അമ്മയെക്കുറിച്ചുള്ള പരാമർശം വന്നതെന്ന് പറയാൻ പറ്റും? നിങ്ങൾ പാസ്റ്റിൽ പറഞ്ഞു വെച്ചത് കൊണ്ടാണ് ആ അമ്മയെക്കുറിച്ചുള്ള പരാമർശം വന്നത്. ഈ ഒരു കമൻറ്റ് മാത്രമല്ല, ഇഷ്ടംപോലെ കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഇതേപോലെ. ആ 2 കുട്ടികൾ, നിങ്ങൾ 2 കുട്ടികളായിരുന്നു, നിങ്ങൾക്ക് അച്ഛൻ എന്താണ് നിങ്ങളെ ലൈഫിൽ ചെയ്തത്, അത് തന്നെയല്ലേ സുജിൻ ഈ മക്കളോട് ചെയ്യണേന്ന് വെച്ചിട്ട്. അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന്, നിങ്ങൾ പറഞ്ഞതിൽ നിന്നൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായതും കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കമൻറ്റ് ബോക്സിൽ വന്ന് ഇട്ടിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും പിരിയുന്ന സമയത്ത് ഇനിയിപ്പോൾ കുറച്ച് കാലം കമൻറ്റ് ബോക്സിനകത്ത് ഇങ്ങനത്തെ സാധനങ്ങൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഈ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കേണ്ടി വരും. അത് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഓബിയസ്ലി അതും ഇല്ല, കണ്ടൻറ്റും ആക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ വന്നിട്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അത് ആ കുട്ടികളോടുള്ള കൺസേൺ കൊണ്ടാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ ഞാൻ എവിടെയും ഈ ഒരു അമ്മയെ വില്ലത്തിയാക്കിയിട്ടുള്ളൊരു കമൻറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, പേഴ്സണലി ഞാൻ കമൻറ്റ് ബോക്സ് മൊത്തം നോക്കി ഞാൻ കണ്ടിട്ടില്ല. സുജിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും നിതയ്ക്ക് ഒരു വിസിബിലിറ്റി കൂടുതൽ കിട്ടുന്നുണ്ടോ, ഫോളോവേഴ്സ് കൂടുതൽ കയറുന്നുണ്ടോ, അക്കൗണ്ട് കൂടുതൽ റീച്ച് ആവുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ല, അവരുടെ ഇഷ്ടമാണ്. എൻഡ് ഓഫ് ദ ഡേ അവർ പിരിഞ്ഞു പോയി നിങ്ങളിൽ നിന്ന്. നിങ്ങളൊരു ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്നു, അവരൊരു ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്നു. അങ്ങനെ പോയാൽ അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണേൽ ചെയ്യാം. നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ ടാർഗറ്റ് ചെയ്ത് എഴുതി അല്ലെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് മോശക്കാരനോ കാര്യമോ ആക്കിയാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇതൊന്നും പറയേണ്ട കാര്യമുള്ളൂ. അല്ലാതെ പക്ഷെ നിങ്ങൾ വീണ്ടും പബ്ലിക്കിക്ക് വന്നിട്ട് നിങ്ങൾ പറയുകയാണ്, ഇല്ല ഞാൻ അവളെ തന്നെ ഇട്ട് കൊടുക്കില്ല, എന്നിട്ട് നേരെ പറയുന്നത് അവൾ കാരണം. കമോൺ. എല്ലാവർക്കും പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ഓളേനെ മോശക്കാരിയാക്കണില്ല, തെറ്റുകാരിയാക്കണില്ല, എന്നെ ഓളും ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയണത്, നിങ്ങൾക്ക് ആർക്കും കാര്യം എന്താണെന്ന് അറിയാതെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ഓരോന്ന് പറയരുത്. ഇപ്പോൾ അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ കുട്ടികളെ വേണം, എനിക്ക് എൻ്റെ കുട്ടികളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കത് അറിയാം. പക്ഷെ നമുക്കെന്തറിയോ, ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കും അങ്ങനെ ഇതാക്കാനും എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അറിയോ, നമ്മൾ ഇത്തിരി 5-6-7 കൊല്ലം ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് പിരിയാണെന്ന് നമുക്ക് ഇതാക്കുമ്പോൾ അത് നമ്മളൊരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല. അത് ഞങ്ങൾ രണ്ടാളും പാടെ പൂർണ്ണ തീരുമാനത്തോട് കൂടി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഓൾ അത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ട് ഓള് ചെയ്യണത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ എന്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കാണുമ്പോൾ ഓൾക്ക് അതെന്ന് ഡിലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനോ എന്തെങ്കിലും പറയാനോ എനിക്ക് യാതൊരു താല്പര്യവും എനിക്കില്ല. മനസ്സിലായല്ലോ? എനിക്കറിയാം, കണ്ടോന്റെ തള്ള ചാവുമ്പോൾ കൈയൊട്ട് ശരിക്കും കുറെ ആൾക്കാരുണ്ടായിരിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ പറയാണ്, ഞാൻ ഓളെടുത്ത് ഇതിന് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആൾക്കാരെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളൊരു ന്യൂസാണ്. ആൾക്കാർക്ക് അത് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും കൂടി നാളെ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയാം. അവർക്കത് കണ്ടന്റ് ആണ്. ഒരു പെൺകുട്ടി വന്നിരുന്ന് കരഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവളെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞതാക്കാനും ഉല്ലസിച്ച് നടക്കാനും അതിനെ പറ്റി പോസിറ്റീവായിട്ട് കമന്റ് ഇതാക്കാനും കുറെ ആൾക്കാരുണ്ട്. ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു എന്നുള്ളത് ഇട്ടപ്പോ ഓൾക്ക് 5-8,000 ഫോളോവേഴ്സ് ഒക്കെ കയറി. ആൾക്കാരെന്താ സത്യം എന്തെന്ന് അറിയാത്തത്? അപ്പൊ ഞാൻ പറയാണ്, എൻ്റെ അമ്മയെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യണ്ട. ഞാനോളും കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് അതിനെപ്പറ്റി മുന്നിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നി. അപ്പൊ ഞങ്ങളവിടെ പിരിയാന്ന് തീരുമാനം എടുത്തു. അപ്പൊ അതിൽ കയറിയിട്ട് ആൾക്കാർ ഓരോ കമന്റ് ചെയ്യുമ്പോൾ ഓൾക്ക് അവിടെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെ പറ്റി ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി ഇനി പറയാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ടാറ്റ. എനിക്ക് ഇതിന്റെ ഇടയിൽ ഈ കമന്റ് ഒക്കെ ഓണായിട്ട് കിടക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇനി ഓൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയാണ്, ഓളെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കണ്ടേ. പക്ഷെ നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് ഓളെടുത്തൊന്ന് പോയിട്ട് കമന്റ് ചെയ്തിട്ട് പറയും, ഇമോഷണൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. ടാറ്റ. ഞങ്ങളാണോ പറയേണ്ട സുജിന്? ഞങ്ങൾക്ക് അതാണല്ലോ പണി. ഞങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് നിതേ, നീ അധികം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ സെന്റിമെന്റ് കാണിച്ച് ഫോളോവേഴ്സ് ഉണ്ടാക്കല്ലേ. സുജിൻ്റെ അമ്മയെ പറയാൻ മാത്രം അല്ലെങ്കിൽ സുജിനെ പറയാൻ മാത്രമുള്ള കമൻറ്റ് ബോക്സിനകത്ത് നീ സെൻറ്റിമെൻറ്റ്സ് വെക്കല്ലേ. നാട്ടുകാർ ഞങ്ങൾക്ക് അതാണല്ലോ പണി, ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ. പൊന്നു സുജിനെ ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, ഇതെടുത്ത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം സുജിൻ ഉണ്ടായി.
ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കും, കണ്ടന്റ് ഇടാതിരിക്കും. ഇത്രയും ദിവസം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ? നാടകം കളിക്കുക, നാട്ടുകാരെന്താ പൊട്ടന്മാരൊക്കെ? സീരിയസ്ലി മാൻ, ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നല്ല എന്താ പറയുക, എന്തെന്നാ അവർ കാണിക്കണേന്നുള്ളതാണ് സത്യത്തിൽ തോന്നുന്നത്. ഇവരുടെ ആവശ്യം എന്താ? ഇത് 10 ആൾ കണ്ടന്റ് ആക്കണമെന്നോ? അത് വിചാരിച്ചിട്ടല്ലേ ഇപ്പോൾ ചെയ്യണേ? അതുപോലല്ലേ ഇവർ സംസാരിച്ച് വയ്ക്കുന്നത്. ഇത് മറ്റേ എന്താ പറയുക, അമ്മയുടെ കമൻറ്റ് വന്നത് സുജിൻ പുറം ലോകത്തിനെ കാണിക്കാത്തടത്തോളം കാലം അത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായോ? ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെങ്ങൾ അതിനിടയിൽ പോയിട്ടൊരു കമൻറ്റ് റിപ്ലൈ കൊടുത്തു, നിങ്ങൾ പോയിട്ടൊരു കമൻറ്റ് റിപ്ലൈ കൊടുത്തു, ദാറ്റ്സ് ഇറ്റ്. അത് അവിടെ കഴിഞ്ഞു. അത് നിത എപ്പോഴെങ്കിലും ഓൺലൈൻ ആവുന്ന സമയത്ത് നിത എന്തായി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ കമൻറ്റ് പോയി. ഇതിപ്പം സുജിനാണ് സ്റ്റോറി ഇട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചത്. സുജിൻ്റെ സ്റ്റോറിക്കാണ് നാട്ടുകാർ റിപ്ലൈ തരുന്നത്. സുജിൻ്റെ വീഡിയോയ്ക്കാണ് കമൻറ്റ് വരുന്നത്. സുജിൻ്റെ വീഡിയോയ്ക്കാണ് നാട്ടുകാർ റിപ്ലൈ വീഡിയോസ് ചെയ്യുന്നത്, ഞാൻ അടക്കമുള്ളവർ. അപ്പം ആരാണിത് കണ്ടന്റ് ആക്കുന്നത്? ആർക്കത് കണ്ടന്റ് ആവണമെന്ന്? ഭാര്യയ്ക്ക് ഫോളോവേഴ്സ് കയറി എന്താ, ഇല്ലെങ്കിൽ എന്താ? അവർ നിങ്ങൾ ആരും അല്ലല്ലോ ഇപ്പോൾ. അവർ ഇമോഷൻ ഇട്ടാ എന്താ, ഇല്ലെങ്കിൽ എന്താ? പിന്നെ ഒരു സ്ത്രീ വന്ന് കരഞ്ഞു പറഞ്ഞാൽ അല്ലെങ്കിൽ കരഞ്ഞു കാണിച്ചാൽ ഫോളോവേഴ്സ് കൂടുമോ? അപ്പോൾ സുജിൻ്റെ പ്രശ്നം എന്താ? സുജിൻ്റെ വിഷയങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ സുജിൻ അത് വായോർന്ന് പറയണം. എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ്, ഞങ്ങൾ പിരിഞ്ഞ സമയത്ത് എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ പിരിഞ്ഞത്, എൻ്റെ സൈഡ് ഇതാണ്. അത് സുജിൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സുജിൻ പറയാത്തടത്തോളം നാട്ടുകാർക്ക് എങ്ങനെ അറിയും? ഇതെന്താ പറയുക, സുജിന് എന്തോ ഒരു ഇമോഷൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഈഗോൻ്റെ പുറത്തോ സുജിൻ ചെയ്തൊരു വീഡിയോ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് എഗെയിൻ കണ്ടന്റ് മിൽക്കിംഗ് ആണ്. മനസ്സിലായോ? സുജിൻ തന്നെയല്ലേ സുജിൻ്റെ ഫാമിലിയെ വെച്ചിട്ട് ഈ പറഞ്ഞ മല്ലു ഫാമിലി എന്ന് പറഞ്ഞുള്ള വ്ളോഗും സെറ്റപ്പും യൂട്യൂബ് ചാനലും തുടങ്ങി അത് കണ്ടന്റുകൾ ഇടാൻ തുടങ്ങിയത്. സുജിൻ്റെ അമ്മയ്ക്കാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ഈവൺ ഇനി വളർന്നു എൻ്റെ മക്കൾക്കാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു എക്സ്പോഷറോ കൊടുത്തത് ആരാ? സുജിനല്ലേ. അതേ സുജിൻ ഇനി അവരോട് പോയിട്ട് ഇല്ല ഞങ്ങൾ പിരിഞ്ഞു, ഇനി നിങ്ങളാരും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായാൽ തന്നെ നിങ്ങൾ സാഡ് വിജയം ഇടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ സുജിന്? സുജിനാണ് ഇവർക്കൊക്കെ സ്പേസ് കൊടുത്തത്, ഫേസ് ഫെമിലിയർ ആക്കിയത്, ഫെയിം കൊടുത്തത്. സുജിനാണ് ഇവരിതെല്ലാം പഠിപ്പിച്ചത് അല്ലേ? ആൻഡ് ഇതൊക്കെ നാട്ടുകാരെ കാണിച്ചു കൊടുത്ത സുജിൻ കാണിച്ചു കൊടുത്തുകൊണ്ട് നാട്ടുകാർ ഇതൊക്കെ കണ്ടത്. നിങ്ങളുടെ പല കണ്ടന്റുകളും അതിൽ ഇഷ്ടമുണ്ടാവും, എതിർപ്പുണ്ടാവും, പല രീതിയിലും സുജിനാണ് മൊത്തത്തിൽ സുജിൻ്റെ ഫാമിലിയെ പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തതും. നിങ്ങളെല്ലാവരും കൂടിയാണ് ആ വീഡിയോസ് ചെയ്തത്. ഇഷ്ടവും സ്നേഹമൊക്കെ വന്നത് ആ വീഡിയോസിലൂടെ. അത് കാണുന്ന നാട്ടുകാർ ഇതിൽ ഇൻട്രാക്ട് ചെയ്യില്ലേ? അപ്പോൾ പിന്നെ സുജിൻ എന്തിൻ്റെ അർത്ഥത്തിൽ വന്നിരുന്നിട്ടാണ് സുജിൻ തന്നെ കണ്ടന്റ് ആക്കി നാട്ടുകാരെ ഫുൾ അങ്ങനെ ഒരു കമൻറ്റുള്ള കാര്യം അറിയിക്കുന്നു. പിന്നെ സുജിൻ തന്നെ വന്നിരുന്നിട്ട് ഭാര്യയെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞിട്ട് ഓൾ ആരാ സാഡ് ബീജം ഇടാൻ, ഓള് കാരണം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പറയുന്നു. എല്ലാം സുജിനാണ് ഇവിടെ ചെയ്തു വെച്ചത്. അറ്റ്ലീസ്റ്റ് സുജിൻ ഈ സാധനങ്ങൾ നിർത്തിയിട്ട് ഞാനിനി തൊടാനേ വരുന്നില്ല എന്ന് പറഞ്ഞ് പോയി നോക്ക്. ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ തൊട്ടിട്ടില്ല, വന്നിട്ടില്ല. സുജിൻ തുടങ്ങി വീണ്ടും ആൾക്കാർ തുടങ്ങും. സിമ്പിളാണ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പല ടൈമിലായിട്ട് വീണ്ടും ഞാൻ അവളെന്നെ വിളിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരുമാതിരി ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ ഒരുപാട് കമൻറ്റുകളുണ്ട്. സുജിനാണെന്നെങ്കിൽ എടുത്തു വെച്ച് പോയി നോക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ കുറേ കാര്യങ്ങൾ സുജിനോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചോദ്യത്തിന് ഒരു അവസരം വരുത്തിയത് സുജിനായിട്ട് തന്നെയാണ്. നിത ആ ഒരു പ്ലെയിനായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് പോയി, അതിനകത്ത് സുജിൻ ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. അതവിടെ ഒരു എൻഡായിട്ട് തീരേണ്ട വിഷയങ്ങളായിരുന്നു. ഇനി ഇതിങ്ങനെ ആയ സമയത്ത് നിത വന്നൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഓക്കെ, ആ സ്റ്റോറി ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അവരെന്തോ ട്രാവൽ ചെയ്യായിരുന്നു എന്നും അവർ ട്രാവൽ ചെയ്ത സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ സ്വിച്ച് ഓഫ് ആയതിന് കാരണം അവർക്ക് ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ ആ സമയത്ത് പറ്റിയില്ല എന്നും അല്ലെങ്കിൽ അവരിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല എന്നും അവർ ഭയങ്കര ടയേർഡായിരുന്നു എന്നുള്ളതും മനഃപൂർവ്വം അവരാരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ട് സാഡ് ബീജം ഇട്ടിട്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും മക്കളെ കെട്ടിപ്പിടിച്ചത് ബർത്ത്ഡേക്ക് അവർ ആ കണ്ട മൊമെന്റിൽ അമ്മ മക്കളെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമായിട്ടാന്നുള്ളൊരു എക്സ്പ്ലനേഷനൊക്കെ അവരിട്ടിട്ട് പോയിട്ടുണ്ട്. നീത അതിലും വലുത്. സുജിൻ ഇപ്പുറത്ത് ഇങ്ങനെ സാധനം അതിനൊരു എക്സ്പ്ലനേഷൻ. പരസ്പരം ഇത്രയും മെച്യൂറായിട്ട് പരസ്പരം മനസ്സിലാക്കി പോയ ആൾക്കാരാ. ഒരാൾ അപ്പുറത്ത് ത്രട്ടൻ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഒരാൾ വന്നിട്ട് എക്സ്പ്ലനേഷൻ ഇട്ട് പോയി. എന്തോന്നാണ് ഇത് സത്യത്തിൽ ഞാൻ ചോദിക്കുക, ഇത് കാണുന്ന ഞങ്ങളെ പൊട്ടന്മാരാക്കാനാണോ? Seriously guys, don't ever get inspired from these kind of family vloggers. Don't ever. മനസ്സിലായോ? ഇവരെ റീൽ ഏതാ റിയാലിറ്റി ഏതാന്നൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും നമുക്ക്.
ആൻഡ് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെയൊക്കെ ഈ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഡൂയിങ്ങിൽ നിന്ന് സഫർ ചെയ്യുന്ന ഇവരുടെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ കാര്യം ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആൻഡ് എഗെയിൻ വെരി സോറി ഫോർ ദാറ്റ് കുട്ടികൾ. കം ഓൺ, ഇങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ മെച്യൂരിറ്റി കാണിക്കേണ്ടത് സുജിൻ ആൻഡ് വൈഫ്. ഇതൊന്നും അല്ല, മനസ്സിലായോ? നിങ്ങളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. ദാറ്റ്സ് ഇറ്റ്. പ്രതീക്ഷിക്കാനേ പറ്റൂ, ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിങ്ങനെ വന്നിട്ട് ഇത്രയും വലിയൊരു എന്താ പറയുക, ചുമ്മാ ഒന്നൊരു സാധനം എടുത്തിട്ട് അലക്കിയിട്ട് അതൊരു 10 കണ്ടന്റ് ആക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. നീ ചെയ്യുന്നത് എനിക്ക് ഒരു പ്രതീക്ഷയില്ല.